കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന പടം കണ്ടു. 2022 പുറത്തിറങ്ങിയിട്ടുള്ള കാന്താര എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രീക്വലായിട്ടാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ഹോംബാല ഫിലിംസിൻ്റെ ബാനറിൽ ഋഷഭ് ഷെട്ടി തന്നെയാണ് ഈ ഒരു പടവും എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിഷ്വലി ഗ്രാൻഡായിട്ട് അത്യാവശ്യം റിച്ച് ആയിട്ടാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ആദ്യ ഭാഗം കുറച്ചും കൂടിയൊക്കെ ഒരു ലോ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഇവിടെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ബഡ്ജറ്റ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തത് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഗ്രാൻഡാക്കിയിട്ടാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഭാഗത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, പ്രീക്വൽ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു മിത്തോളജിക്കൽ ട്രഡീഷൻ്റെ ഒക്കെ ഒരു ഒറിജിൻ എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പടത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിനേക്കാൾ ഒരുപാട് മുൻപുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു പടത്തിൽ കാണിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഋഷഭ് ഷെട്ടിക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇതിൻ്റെ പടത്തിൻ്റെ ഒരു എക്സെപ്ഷണൽ മേക്കിംഗ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ചില സീനുകൾ, ചില ഫ്രെയിംസ്, മൊത്തത്തിലൊരു ആ ഒരു റിച്ച്നെസ് നമുക്ക് എത്ര പൈസയാണോ അതിന് ബഡ്ജറ്റ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് സ്ക്രീനിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ പകുതിയൊക്കെ ഗംഭീരമാണ്. ഒരുപാട് നല്ല സീനുകൾ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാന്താരയുടെ ഒരു കോറെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഡിവൈനിറ്റി ഉണ്ട്. ട്രഡീഷനും അവരുടെ ആചാരങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അത് കൊണ്ടുവരുന്നതിൽ ഋഷഭ് ഷെട്ടി ഇവിടെയും വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ ഈ ഒരു ഗ്രാൻഡ് അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ളൊരു മേക്കിംഗ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുകൂടിയുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ആദ്യത്തെ കാന്താരയിലാണെന്നുണ്ടെങ്കിൽ ക്ലൈമാക്സ് പോർഷനിലൊക്കെയുള്ള ഋഷഭിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ആ പടത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്ലൈമാക്സിലേക്കൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു പകുതിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഈ ഒരു പടത്തിലുണ്ട്. അത് പുള്ളി കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരു ഇത് ഓവർ ആയിപ്പോയി അല്ലെങ്കിൽ കുറച്ച് ഓവർ ആക്ടിങ് ആയിപ്പോയില്ലെന്ന് തോന്നാത്ത രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ ഋഷഭ് ഷെട്ടി ഈ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതും ഈ പടത്തിൻ്റെ ഒരു നട്ടെല്ല് തന്നെയാണെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് കുറേയൊക്കെ ഈ ബാഹുബലിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു. കാരണം അതുപോലുള്ള ബാഹുബലി സെക്കൻഡ് പാർട്ടിലൊക്കെ വരുന്ന ടൈപ്പുള്ള കുറച്ച് സീനുകളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന കുറച്ച് സീനുകളൊക്കെ ഇതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിച്ച്നെസ്സും ഇവരിതിൻ്റെ സെറ്റ് വർക്കും അതിൻ്റെ ഒരു എന്താ പറയുക VFX വർക്കും എഡിറ്റിങ്ങും ഒക്കെ ടോപ്പ് നോച്ചാണ്. നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ആർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്ക് ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ചുമ്മാ ഒരു തട്ടിക്കൂട്ട് സെറ്റ് ചില പടങ്ങളിലൊക്കെ ഇത്തരം ഈ ഒരു വലിയ ബഡ്ജറ്റ് പടങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു റിസർച്ച് നടത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴും പറ്റുന്നൊരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റ് വർക്ക് അല്ലെങ്കിൽ ആർട്ടൊക്കെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഫീൽ എപ്പോഴും അതിനുണ്ടാവും. ഇവിടെ അതില്ല. ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഗ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൃത്യതയോട് കൂടിയിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഗോത്രവർഗത്തെയൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു വേസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കങ്കുവയാണ്. എങ്ങനെ അതിനെ കാണിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കങ്കുവ എന്ന് പറയുന്ന പടം. ഇവിടെ നേരെ തിരിച്ച് എങ്ങനെ അതിനെ ആ ഒരു ഗോത്രവർഗം അവരുടെ ട്രഡീഷനും ഇപ്പോൾ ഈ കങ്കുവയിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള അലർച്ചയൊക്കെ ഈ ഒരു പടത്തിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് മോശം രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ രണ്ട് എക്സാമ്പിളുകളാണ്. ഒന്ന് കങ്കുവ എന്ന് പറയുന്ന പടവും ഈ ഒരു പടം എന്ന് പറയുന്നത്. ഇതിൽ വളരെ നന്നായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മോശമായിട്ട് തോന്നാത്ത രീതിയിൽ അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജയറാമിന് ഈ പടത്തിന് നല്ലൊരു റോളുണ്ട്. ത്രൂ ഔട്ട് ഉള്ള ഒരു രാജാവിൻ്റെ വേഷത്തിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് എത്തിയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഹീറോയിനായിട്ടുള്ള രുക്മിണി വസന്താണ്. അതുപോലെ തന്നെ ഗുൽഷൻ ദേവയ്യ എന്ന് പറയുന്ന നടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ത്രൂ ഔട്ടുള്ള അത്യാവശ്യം നല്ല സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പടത്തിലെ ഇതിൻ്റെ ഒരു ഇൻ്റർവൽ പോർഷൻ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും കാടിൽ വെച്ചിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതായത് ഈ ദൈവിക ശക്തികളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ, കുറച്ച് ഒരു ഡെവിളിഷ് ആയിട്ടുള്ള ഒരു ഫോഴ്സസ് ഉണ്ടാവുമല്ലോ, അത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ആ ഒരു ഭാഗമൊക്കെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻ്റർവൽ പോർഷനൊക്കെ നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഫീലിനെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇൻ്റർവെല്ലിൽ പോർഷനായപ്പോൾ ഒരു ഗംഭീര ഫീലായിരുന്നു ഈ ഒരു പടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലും ഒരുപാട് നല്ല രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഒരു ഡിവൈനിറ്റി ത്രൂ ഔട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലൊരു പ്രധാനപ്പെട്ട ഒരു സോങ് വരുന്നുണ്ട്. ആ സോങ്ങൊക്കെ ഗംഭീരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. വിഷ്വലുകളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്ക് എനിക്കൊരു ഡ്രോബാക്കായി തോന്നിയത് ഇതിൻ്റെ ചില സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളിൽ പോലും ചില തമാശകളൊക്കെ ഇങ്ങനെ
യൂസ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കോമഡി ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. അവർ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. ചിലയിടത്ത് ഈ ആവശ്യമില്ലാതെ ഒരു സീരിയസ് ആ ഒരു രംഗത്തിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ കളയുന്ന രീതിയിൽ ചില തമാശകളൊക്കെ വരുന്ന പോലെ തോന്നി. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ എത്തുമ്പോൾ VFXനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നി. ആദ്യത്തെ ഒരു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കുറേ ഇടങ്ങളിലൊക്കെ VFX വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ പടത്തിനെ നന്നായിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി VFX കുറച്ച് ഓവർ ഡോസിൽ യൂസ് ചെയ്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതിന് പകരം കുറച്ചും കൂടി ഒരു സ്റ്റോറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ VFX കുറച്ചുകൊണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ റിയലായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നി. അതുപോലെ ഒരു ഡെവിളിഷ് ഫോഴ്സുകളുടെയൊക്കെ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട പോലുള്ളൊരു സ്ട്രെങ്ത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് കുറഞ്ഞ പോലെ അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷനിലൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. എങ്കിൽ തന്നെ ക്ലൈമാക്സിൽ അത്യാവശ്യം ചില നല്ല സീനുകളൊക്കെ ഉണ്ട് താനും. അവിടെയും ഈ പറഞ്ഞ പോലെ ഋഷഭ് ഷെട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. പുള്ളിക്ക് ഒരു ഗംഭീരമായിട്ട് സ്കോർ ചെയ്യാനുള്ള ഒരു വകുപ്പുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സും വരുന്നത്. ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. പ്രത്യേകിച്ചും ഇത്തരമൊരു സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു എലമെൻ്റ് ഉണ്ടല്ലോ, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്, അത് തീർച്ചയായിട്ടും കിട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അത് കുറച്ചും കൂടി ഗ്രാൻഡ് സ്കെയിലിൽ നല്ല വിഷ്വൽസൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിയിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള സിനിമ തന്നെയാണ്. കുറച്ച് മൈനറായിട്ടുള്ള ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അത് മറക്കാമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. നിങ്ങളും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.